വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് മാലയുടെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊന്നും ഇടത്തും ഇല്ല, കുറച്ചൊക്കെ ഇടും, എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ഇടും. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ മാലയുടെ കളക്ഷൻസൊക്കെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യം തന്നെ ഞാൻ മാലയുടെ കളക്ഷൻസ് കാണിക്കാം. ഫ്രണ്ട്സ്, ഈ ഒരു മാല കണ്ട, ഇതിൻ്റെ അടിയിലൊരു താഴൊരു ലോക്കറ്റ് വരുന്നുണ്ട്. സോറി, ഇതാണ് എൻ്റെ ഫസ്റ്റ് കളക്ഷൻസ് ഓഫ് മാല. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാനിത് ഇടത്തുള്ളൂ. ഇനി സെക്കൻഡ് മാല വരുന്നത് ഈ ഒരു മുത്തുമാലയാണ്. ഇത് നല്ല അടിപൊളി മാലയാണ്. ആക്ച്വലി ഞാൻ ഈ മുത്തുമാലയൊന്നും ഞാൻ അധികം ഇടാറില്ല, എനിക്കിത് ഇഷ്ടമല്ല മുത്തുമാലയൊക്കെ ഇടുന്നത്. അപ്പം ഇനി വരുന്നത് വീണ്ടും ഒരു മുത്തുമാലയാണ്. ഇതൊന്നും ഞാൻ ഇടാറില്ല, എനിക്ക് ആക്ച്വലി മുത്തുമാല ഇഷ്ടമേ അല്ല. അടുത്തത് വരുന്നതും വീണ്ടും ഒരു മുത്തുമാലയാണെന്ന് തോന്നുന്നത്, ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഇത് ഒരു സിൽവർ കളറിലെ മുത്തുമാലയാണ് തോന്നുന്നു, മുത്തല്ല വെട്ടി, ഇതൊക്കെയാണെന്ന് പറയാം. പിന്നെ വരുന്നത് ഈ ഒരു ലോക്കറ്റ് ഉള്ള നല്ല അടിപൊളി ഒരു ചുട്ടി പോലെ കിടക്കുന്ന ഒരു ലോക്കറ്റാണ്. ഇതിൻ്റെ ഇയറിങ്സ് ഒക്കെ മിക്കപ്പോഴൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു മാലയാണ്. ഇത് ഞാൻ ഇടാറുണ്ട്, പക്ഷെ ഓണത്തിന്. ബട്ട് ഇതൊരു ഹെവി ലുക്കായിട്ട് തോന്നും. ഹെവി എന്നൊന്നും ഇല്ല, ഈ ഒരു ലോക്കറ്റ് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ബിക്കോസ് കുറച്ച് ഹെവി ലുക്കായിട്ട് തോന്നും. ബട്ട് ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞാനിത് ഫങ്ഷനൊക്കെ ഈ മാലയാണ് ഇടുന്നത്. സോ നെക്സ്റ്റ് ഈ ഒരു മാലയാണ്. ജസ്റ്റ് ഒരു ലോക്കറ്റ്, ഞാൻ വീട്ടിലൊക്കെ ഇടുമ്പോൾ റഫായിട്ടൊന്ന് ഇട്ടുകൊണ്ട് നടക്കുന്ന മാലയാണ് ഈ ഒരു മാല, റോക്കറ്റ്. അടുത്തത് ഈ ഒരു ഇത് ഹേർട്ട് വരുന്ന ഒരു മാല, ഹേർട്ട് വരുന്ന ഇത് മിക്കപ്പോഴും എല്ലാവരുടെയും കയ്യിലൊക്കെ ഉണ്ടാവുന്ന സൈസിലെ മാലയാണ് ഈ ഒരു മാല. ഇതിങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റും, കണ്ടില്ലേ? ഇത് മിക്കപ്പോഴും എല്ലാവരുടെയും കയ്യിലുള്ള മാലയാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ഞാൻ ഇവിടെ പോയാൽ ഇട്ടോണ്ട് നടക്കുന്ന എൻ്റെ മാലയാണ്, അന്ന എന്നെഴുതിയിരിക്കുന്ന എൻ്റെ മാല. കണ്ട, ഇതെനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. ഇത് ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കും, ബിക്കോസ് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വരവാണ് എങ്കിലും ഇതെനിക്കൊരു സ്വർണ്ണത്തെ പോലെയാണ്, എനിക്ക് അത്രയ്ക്ക് വിലയാണ് ഇതിനെ. ഇതില്ല ഞാൻ കരഞ്ഞിട്ട് വരുന്നുണ്ട്, ബിക്കോസ് അത്രയ്ക്ക് എനിക്ക് ഫേവറേറ്റ് ആണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ഈ ഒരു മാല എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട്. പിന്നെ അവസാനം ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു മാലയുണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾ കളിയാക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കും. ഐ ലവ് ജീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാലയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഇത് വെറുതെ കിടക്കുന്ന കണ്ടിട്ട് ഈ ഒരെണ്ണം, ഇത് സിൽവറും ഇത് ഗോൾഡ് ഒരു കളറുമാണ്. രണ്ടും ഒട്ടും മാച്ച് ആകുന്നില്ല, ബട്ട് എങ്കിലും ഞാൻ ഇത് അധികം യൂസ് ചെയ്യാറൊന്നുമില്ല. ശരിക്കും ഒരു കിച്ചൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.